ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. പബ്ലിക് എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? Public expenditure refers to the expenses incurred by the public authorities for the social and economic welfare of the citizens. സിറ്റിസൻസിൻ്റെ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ആയിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് പബ്ലിക് അതോറിറ്റീസ് ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവർ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് expenses incurred by the government for its own maintenance, preservation and welfare of the economy as a whole is referred to as public expenditure. ഗവൺമെൻറ് അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ തന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും അവരുടെ ഡെയിലി ഫങ്ഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇക്കോണമിയിലെ വെൽഫെയറിന് ഇക്കോണമിയുടെ ടോട്ടൽ വെൽഫെയറിന് വേണ്ടിയിട്ടുമൊക്കെ ഗവൺമെൻറ്റിന് ഇൻകർ ചെയ്യേണ്ടി വരുന്ന ഗവൺമെൻറ്റിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എക്സ്പെൻസസ് ഓഫ് പബ്ലിക് authorities include central government, state governments and local governments for the satisfaction of collective needs of the citizens or for promotion of economic and social welfare. കളക്റ്റീവായിട്ടുള്ള സിറ്റിസൻസിൻ്റെ കളക്റ്റീവായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി ആയിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പബ്ലിക് അതോറിറ്റീസ് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് എഡ്യൂക്കേഷൻ ആവാം, പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ സെക്യൂരിറ്റി, ഇറിഗേഷൻ, കനാല്, ഡ്രെയിനേജ്, റോഡ്സ്, ബിൽഡിങ്സ് ഇതുപോലുള്ള ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എക്സ്പെൻസസ് മെയിൻലി ഇൻകർ ചെയ്യുന്നത്. അപ്പം ഇത്തരം എക്സ്പെൻസസ് ഒക്കെ ഏതിൻ്റെ കീഴിൽ വരുന്നുണ്ട്? പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്താണ്? ഓഫ് കോഴ്സ് അത് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൂടുതലായിട്ടും ചിലവഴിക്കുന്നത്. സോ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള മെയിൻ കോഴ്സ് മേജർ കോഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആണ്. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ലൈസസ് ഫെയർ പോളിസി ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്,
ലൈസസ് ഫെയർ പോളിസിയായിരുന്നു പിന്തുടർന്നിരുന്നത്. നമുക്കറിയാം ക്ലാസിക്കലിസ്റ്റുകളൊക്കെ ലൈസസ് ഫെയർ പോളിസിയുടെ അഡ്വക്കേറ്റ്സ് ആയിരുന്നു അല്ല. അതായത് ലിമിറ്റഡ് റോൾ ടു പ്ലേ. ഗവൺമെൻറ് എന്താണ് ലിമിറ്റഡ് റോളേ ഉണ്ടായിരിക്കുള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോളാണ് ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കുന്നുള്ളൂ. ഏത് ലൈസസ് ഫെയർ എറയിൽ അല്ലേ. അവരുടെ കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് ലീസ്റ്റ് ഇൻ്റർഫിയറൻസ് ആണ് ഗവൺമെൻറ്റിനുള്ളത്. ദാറ്റ് ഗവൺമെൻറ് ഈസ് ദി ബെസ്റ്റ് വിത്ത് സ്പെൻഡ് ദി ലീസ്റ്റ് എന്നുള്ളതാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എന്നതാണ് ആര് പറഞ്ഞിരുന്നത്? ലൈസസ് ഫെയർ എറയിലെ ക്ലാസിക്കലിസ്റ്റുകളൊക്കെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റീസെൻ്റ് ടൈം ആയപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എനോമസ്ലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റ്സ് എല്ലാം വെൽഫെയർ സ്റ്റേറ്റ്സ് ആണ്. വെൽഫെയറിനാണ്, മോഡേൺ സ്റ്റേറ്റ്സ് എല്ലാം വെൽഫെയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസും എന്താണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റും എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രൊഫസർ R.A. മസ്ഗ്രേവ്, ദി 20th സെഞ്ച്വറി ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള R.A. മസ്ഗ്രേവ് പറയുന്നത്, അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ സിൻസ് എ ഗവൺമെൻറ് ഈസ് ഫോഴ്സ്ഡ് ടു മെനി ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് പബ്ലിക് അതോറിറ്റീസ് എന്ന് പറയുന്നത് ലീസ്റ്റ് റോള് വഹിക്കേണ്ടവരല്ല, ലീസ്റ്റ് ഇൻ്റർഫിയറൻസ് നടത്തേണ്ടവരല്ല. അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണത്? ആക്ടിവിറ്റീസ് ടു സെക്യൂർ എ റീ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിൻ്റെ റീ അലോക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇക്കോണമിക്ക് ഉതകുന്ന രീതിയിൽ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ റീ അലോക്കേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്ടിവിറ്റീസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റീസ്, നമ്മുടെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. ദെൻ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആര് പ്ലേ ചെയ്യേണ്ടതുണ്ട്? ഗവൺമെൻറ് പ്ലേ ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഒരു ബെറ്റർ ഇക്കോണമി നിലനിർത്താനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് മോഡേൺ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള 20th സെഞ്ച്വറി ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള മസ്ഗ്രേവ് പറയുന്നത്. റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗ്രോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ബിഗ് ആൻഡ് സ്ട്രോങ് ഡിഫൻസ് ഫോഴ്സസ്. ഡിഫൻസിന് ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട്. സോ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിഫൻസ് ഫോഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്. സെൽഫ് സഫിഷ്യൻസി ഓഫ് ദി കൺട്രി, എക്കണോമിക് ആയിട്ടുള്ള സെൽഫ് സഫിഷ്യൻസി, ഒരു കൺട്രിയുടെ എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് വേണ്ടിയിട്ടും ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഹാസ് ഇൻക്രീസ്ഡ് ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ. പോപ്പുലേഷൻ കൂടുന്തോറും പബ്ലിക്കിന് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? കൂടുതലായിട്ട് സർവീസ് നടത്തേണ്ടി വരുന്നുണ്ട്. അതിനും എക്സ്പെൻസ് വരുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ ദി വോളിയം ഓഫ് പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചും എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കും.
നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏതെല്ലാമാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ, ട്രാൻസ്ഫർ ആൻഡ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. എന്തെല്ലാമാണ് ഇവന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് എ കറണ്ട് എക്സ്പെൻഡിച്ചർ. കറണ്ട് എക്സ്പെൻഡിച്ചർ ആണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറും മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചറും ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാണ്. ഇതൊരു റിക്കറിംഗ് ടൈപ്പാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റിക്കറിംഗ് ടൈപ്പാണ്. ഡസ് നോട്ട് ലീഡ് ടു ക്രിയേഷൻ ഓഫ് അസറ്റ്സ്. ഇത് അസറ്റിൻ്റെ ക്രിയേഷനിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസറ്റിൻ്റെ ക്രിയേഷൻ ഇത് സാധ്യമാക്കുന്നില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ അസറ്റിൻ്റെ ക്രിയേഷൻ ഒരിക്കലും സാധ്യമാക്കുന്നില്ല. അതൊരു റിക്കറിംഗ് ടൈപ്പാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് കറണ്ട് എക്സ്പെൻഡിച്ചർ ആണ്. ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് മെയിൻലി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡെയിലി റൂട്ടീന് വേണ്ടിയിട്ട് സാലറീസ് ഒക്കെ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വരുന്ന എക്സ്പെൻസസ് ഏതിൽ പെടും? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടും. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഇത് ക്യാപിറ്റൽ നേച്ചറാണ്. ഇൻകേർഡ് വൺസ് ഫോർ ഓൾ. ഇൻകേർഡ് വൺസ് ഫോർ ഓൾ, അങ്ങനെയാണ്. ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ്. ഇത് ഇൻകർ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരിക്കൽ മാത്രമാണ് ഇത് ഇൻകർ ചെയ്യുന്നത്. അതായത് മറ്റൊതെന്ന് പറയുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഡെയിലി അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് ഒരിക്കൽ വന്നാൽ പിന്നെ വരില്ല. അപ്പം അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മാത്രമല്ല അത് നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ റിക്കറിങ് എക്സ്പെൻഡിച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ ആണ്. ഇത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? അസറ്റ്സ് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സ്പെൻഡിച്ചർ ഇൻ ബിൽഡിംഗ്, മൾട്ടി പർപ്പസ് പ്രോജക്ട്സ്, സെറ്റിംഗ് അപ്പ് ബിഗ് ഫാക്ടറീസ്, ഇവയൊക്കെ എന്താണ്? ഒരു അസറ്റും കൂടിയാണ്. എക്സ്പെൻഡിച്ചറിൻ്റെ ഒപ്പം തന്നെ അസറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്താണ്? ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആർ ദോസ് വിച്ച് ആർ മെയ്ഡ് ടു ക്രിയേറ്റ് ഓർ മെയിൻറ്റെയിൻ ദി സോഷ്യൽ ഓവർ ഹെഡ്സ്. പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതായത് എക്സ്പെൻസസിൽ നിന്നും എന്ത് കിട്ടും? ബെനഫിറ്റ്സ് കിട്ടും. അത്തരത്തിലുള്ള ഒന്നാണ് എന്ത്? പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ. ഇനി അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്താണ്? ആർ ദോസ് ലൈക്ക് ഓൺ ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര വിച്ച് ഡു നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതായിരുന്നു പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എങ്കിൽ, ഇക്കോണമിയിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യാത്തതാണ് അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തല്ല, പ്രൊഡക്ഷൻ ബേസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടൊന്നും തന്നെ അതുകൊണ്ട് ഇക്കോണമിയിൽ സംഭവിക്കുന്നില്ല. ദെൻ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. They are unilateral payments ആണ്. Does not involve receipts of goods and services in return. റിട്ടേൺ ആയിട്ട് ഒന്നും കിട്ടാത്ത തരം എക്സ്പെൻഡിച്ചർ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓൾഡ് ഏജ് പെൻഷൻ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, ഇതുപോലുള്ളവയൊക്കെ അല്ലേ. ഇവയ്ക്ക് ഗവൺമെൻറ് ഒരു വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവയൊന്നും എന്തല്ല, ഇവയൊക്കെ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ആണ്. അതാണ് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അവർക്ക് പകരമായിട്ട് തിരിച്ച് ഗവൺമെൻറ് എന്തല്ല എന്തെങ്കിലും പേയ്മെൻറ്റ്സ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രമുള്ളതാണ് അല്ലേ, അങ്ങോട്ട് മാത്രമുള്ളതാണ്, ഇങ്ങോട്ട് വരുന്നില്ല. എക്സ്പെൻസസ് മാത്രമാണ്. ആ എക്സ്പെൻസസിൽ നിന്നും റവന്യൂ വരുന്നില്ല. അതാണ് യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. Then non-transfer expenditure എന്താണ്? It's a bilateral payment and involves exchange of goods and services. Non-transfer എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്താണ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതാണ്. ബൈലാറ്ററൽ ആണ്, ഇങ്ങോട്ടും വാങ്ങിക്കുന്നു. നമ്മൾ എക്സ്പെൻസസ് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസസിന് എന്ത് കിട്ടും? ഇൻകം ഓർ റിട്ടേൺ കിട്ടും. അത്തരത്തിലുള്ള എക്സ്പെൻസസ് ആണ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തിയറീസ് ഓഫ് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഏരിയയാണ്. NTA-ക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് തിയറീസ് ഓഫ് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഏതൊരു ഫേസിലും നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യനെങ്കിലും വന്നിട്ടുണ്ടാവും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ഏരിയക്കുണ്ട്. അപ്പം 3 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട്. 3 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? അഡോൾഫ് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ്, വാഗ്നർ ഹൈപ്പോത്തസിസ്, അഡോൾഫ് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ്, വൈസ്മാൻ പീകോക്ക് ഹൈപ്പോത്തസിസ് ഓർ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ്, കോളിൻ ക്ലർക്സ് ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തസിസ്. ഇവ 3 പ്രധാനപ്പെട്ട ഗ്രോത്ത് തിയറീസ്, ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ തിയറീസ്. പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ്
Adolf Wagner's hypothesis, Weismann-Peacock hypothesis, Colin Clark's critical limit hypothesis. First theory, Adolf Wagner's hypothesis. വാഗ്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. അഡോൾഫ് വാഗ്നർ, എ നോട്ടഡ് ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ്, propounded an empirical law to analyze and explain the trend in the growth of public expenditure. ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള അഡോൾഫ് വാഗ്നർ എംപിരിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണിത്. അദ്ദേഹം പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്ത് ട്രെൻഡ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗ്രോ ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്. 1880 അദ്ദേഹം ഈ ഒരു തിയറി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജർമ്മൻ ഇക്കണോമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജർമ്മനിയെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ജർമ്മൻ ഇക്കണോമിയിൽ എങ്ങനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ് എന്നതാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു? അദ്ദേഹം ബിലീവ് ചെയ്തത് ഈ ഒരു എംപിരിക്കൽ സ്റ്റഡിയിൽ നിന്നും അദ്ദേഹം ബിലീവ് ചെയ്തത് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഇക്കണോമിക് ഗ്രോത്തും പബ്ലിക് എക്സ്പെൻഡിച്ചറും തമ്മിൽ ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം ഇതിലൂടെ വിശ്വസിച്ചത്, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. Wagner argued that a functional relationship exists between the growth of an industrializing economy and the relative growth of its public sector. പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസിങ് ഇക്കോണമിയുടെ ഗ്രോത്തും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഫങ്ഷണൽ റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ്, ഈ ഒരു ബേസിൽ അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ലേസ് ദാറ്റ് ആസ് per capita income and output increases in industrialized countries, the public expenditure of those countries necessarily grows as proportion to total economic activity. അദ്ദേഹത്തിന് ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എന്തിനു വിധേയമായിട്ടാണ്? സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഇൻ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പബ്ലിക് എക്സ്പെൻഡിച്ചർ അത്തരം കൺട്രീസിൻ്റെ അതായത് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറും നെസസറിലി ഗ്രോസ് ആസ് എ പ്രൊപ്പോർഷൻ ടു ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചറും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. Okay, he came to the conclusion that as per capita income and output increases in industrialized nation, the public sectors of this nation necessarily grows as a proportion to total economic activity. ഇങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഇതിന് പ്രൊപ്പോർഷനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ദെൻ അദ്ദേഹം ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡിഫറെൻറ്റ് കൺട്രീസിലെ ഡിഫറെൻറ്റ് ടൈംസിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രോഗ്രസീവ്സ് അദ്ദേഹം ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻക്രീസ് ഇറഗുലർലി ടേക്സ് പ്ലേസ് ഇൻ ദി ആക്ടിവിറ്റി ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. ഇത്തരം ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് ടൈംസിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റേതാവട്ടെ സെൻട്രൽ ഗവൺമെൻറ്റ്സിൻ്റേതാവട്ടെ രണ്ടിൻ്റെയും ഇക്കണോമിക് ആക്ടിവിറ്റി രണ്ടിൻ്റെയും ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ബോത്ത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ്. സെൻട്രലിൻ്റെയും ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും എക്സ്റ്റെൻസീവായിട്ടും ഇൻറ്റൻസീവായിട്ടും ആക്ടിവിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ആരുടെ കണ്ടെത്തൽ? അഡോൾഫ് വാഗ്നറിൻ്റെ കണ്ടെത്തൽ. ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നും ഇത് അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി അണ്ടർടേക്ക് ന്യൂ ഫങ്ഷൻസ് വൈൽ ദേ പെർഫോം ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ ഫങ്ഷൻസ് മോർ ഇഫക്റ്റീവ്ലി ആൻഡ് കംപ്ലീറ്റ്ലി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉയരാൻ കാരണം? അവർ ഓൾഡ് ഫങ്ഷൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓൾഡ് ഫങ്ഷൻസ് നിറവേറ്റുന്നത് പോലെ തന്നെ ന്യൂ ഫങ്ഷൻസും കൂടെ ഇഫക്റ്റീവായിട്ടും നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ ഫങ്ഷൻസ് പുതിയ ചുമതലകൾ അവർ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്
കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Wagner observed that there was a persistent tendency towards an extensive and intensive increase in the functions of the state. സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ എക്സ്റ്റെൻസീവ് ആയിട്ടും ഇൻറ്റൻസീവ് ആയിട്ടും ഒക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻറ്റൻസീവ് ഇൻക്രീസ് മീൻസ് എന്താണ്, എക്സ്പാൻഷൻ ഓഫ് ട്രഡീഷണൽ ഫംഗ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ. ട്രഡീഷണൽ ഫങ്ഷൻസിൻ്റെ എക്സ്പാൻഷൻ, ഇപ്പോൾ നിലവിലുള്ള ഫങ്ഷൻസിൻ്റെ എക്സ്പാൻഷനെയാണ് ഇൻറ്റൻസീവ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ്റ്റെൻസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കവറേജ് ഓഫ് ന്യൂ വെൽഫെയർ ഫങ്ഷൻസ്, പുതിയ ഫങ്ഷൻസ് ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഫങ്ഷൻസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വലുതാക്കുന്നുണ്ട്, വൈഡ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പുതിയ മോഡിഫിക്കേഷൻസ് ഇതിൽ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വെൽഫെയർ ഫങ്ഷൻസും ഗവൺമെൻറ്റ്സ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈസ് ഒബ്സർവേഷൻ ലെഡ് ടു വാട്ട് ഈസ് നൗ കോൾഡ് ആസ് വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി. ഇതിനെ വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. വാഗ്നേഴ്സിൻ്റെ ഹൈപ്പോത്തസിസ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി, ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നും അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് കോൺസ്റ്റന്റ്ലി ആസ് ഇൻകം ഗ്രോത്ത് എക്സ്പാൻഡ്സ്. ഇൻകം ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് വാഗ്നറുടെ തിയറി. ഈ ഒരു സ്റ്റഡിയിൽ നിന്നും വാഗ്നർ കണ്ടെത്തിയിട്ടില്ല വാഗ്നറിന്റെ കൺക്ലൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. As the national income increases in amount, the percentage of outlay for government supplied goods is greater. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അതേ എമൗണ്ടിൽ തന്നെ ഗവൺമെൻറ് സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വാസ് ദി നാച്ചുറൽ റിസൾട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു നാച്ചുറൽ ഇഫക്റ്റ് ആണെന്ത്, നാച്ചുറൽ റിസൾട്ട് ആണെന്ത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് കണ്ടിന്യൂഡ് പ്രഷർ ഫോർ സോഷ്യൽ പ്രോഗ്രസ്. അപ്പോൾ സോഷ്യൽ പ്രോഗ്രസ്സിനുള്ളൊരു കണ്ടിന്യൂഡ് പ്രഷർ ഉണ്ടാകുന്നുണ്ട് അല്ലേ, സോഷ്യൽ പ്രോഗ്രസ് വേണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇവ രണ്ടിൻ്റെയും റിസൾട്ട് ആണെന്ത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് വാഗ്നറിൻ്റെ കൺക്ലൂഷൻ. അക്കോർഡിംഗ് ടു വാഗ്നേഴ്സ് ലോ, ദ എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് ഓതറൈസസ് ആസ് എ കണ്ടിന്യൂസ് ഇൻക്രീസിംഗ് ട്രെൻഡ് ഡ്യൂ ടു 3 റീസൺസ്. അദ്ദേഹം പ്രധാനമായിട്ട് 3 റീസൺസ് ആണ് എക്സ്പെൻഡിച്ചർ ഗ്രോ ചെയ്യുന്നതിനുള്ള 3 റീസൺസ് ആണ് വാഗ്നർ പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് ട്രഡീഷണൽ ഫങ്ഷൻസ്. ട്രഡീഷണൽ ഫങ്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രഡീഷണൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ സോഷ്യൽ ഓവർ ഹെഡ്സ്, ഇവയൊക്കെ എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. ഇവയുടെ ഒരു എക്സ്പാൻഷൻ, ഇവ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ്റിന് എക്സ്പെൻസസ് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ കവറേജ് ഓഫ് ന്യൂ ഫങ്ഷൻസ്, ഇതിൻ്റെ കൂടെ തന്നെ ട്രഡീഷണൽ ഫങ്ഷൻസിൻ്റെ കൂടെ തന്നെ പുതിയ ഫങ്ഷൻസും വെൽഫെയർ സ്റ്റേറ്റിനായിട്ട് പുതിയ ഫങ്ഷൻസും ഏറ്റെടുക്കേണ്ടതായിട്ട് ഗവൺമെൻറ്റിന് വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്ടിവിറ്റീസ് ന്യൂ ഫങ്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ചെലവുകൾ വരുന്നുണ്ട്. ഗവൺമെൻറ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻ ദി ഫീൽഡ് ഓഫ് വാരിയസ് വെൽഫെയർ മെഷേഴ്സ് ടു എൻറിച്ച് ദി കൾച്ചറൽ ലൈഫ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ കൾച്ചറൽ ലൈഫിനെ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെൽഫെയർ മെഷേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, ലോ കോസ്റ്റ് ഹൗസിങ്, സബ്സിഡൈസ്ഡ് പ്രൊവിഷൻ ഓഫ് ഗുഡ്, അഗ്രികൾച്ചറൽ ഇൻപുട്സ്, ഓൾഡ് ഏജ് പെൻഷൻസ്, സിക്നെസ് ബെനിഫിറ്റ്. ഇതൊക്കെ എന്താണ്? വെൽഫെയർ പ്രോഗ്രാംസ് ആണ്. ഇവയൊക്കെ ആര് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വരും? ചിലവ് ആവശ്യമായിട്ട് വരും. ദെൻ എക്സ്പാൻഡിങ് സ്ഫിയർ ഓഫ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ അല്ലേ, അത് സ്റ്റേറ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് പബ്ലിക് ഗുഡ്സ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് പബ്ലിക് പാർക്സ്, പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇത്തരത്തിലുള്ള ഫ്ലഡ് കൺട്രോൾ പ്രോജക്ട്സ്, ഇറിഗേഷൻ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒബ്ലിഗേഷനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പം ഇതൊക്കെ ഏറ്റെടുക്കുന്നതിലൂടെ ഗവൺമെൻറ്റിന് എന്ത് വരുന്നു? ചെലവുകൾ വരുന്നു. അക്കോർഡിംഗ് ടു ഹിം ഗവൺമെൻറ് പ്ലേ ഫോളോയിങ് റോൾസ്. ഏതൊക്കെയാണ് റോൾസ്? പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ആർക്ക് നൽകുക? പീപ്പിളിന് നൽകുക. ദെൻ സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് പോലുള്ള സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക.
പാർട്ടിസിപ്പേഷൻ ഇൻ മെറ്റീരിയൽ പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ്. ഇതിനെല്ലാം ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഇൻക്രീസിംഗ് ലീഡ് ടു പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്. പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതോറും പബ്ലിക് എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ അർബനൈസേഷന്, ദെൻ റൈസിങ് പബ്ലിക് ഡെറ്റ്, ഇതൊക്കെ എന്തിൻ്റെ കാരണം തന്നെയാണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള റീസൺസ് തന്നെയാണ്. ഇനി ഈ അഡോൾഫ് വാഗ്നർ ഹൈപ്പോത്തസിസിൻ്റെ ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ലാക്സ് ഇന്റർ ഡിസിപ്ലിനറി ഫിനോമിനൻ. ഫിനോമിനൻ്റെ ഒരു ലാക്ക് അവിടെ കാണുന്നുണ്ട്. ദെൻ കോംപ്രഹെൻസീവ് അല്ല എന്നുള്ളതും ഒരു ക്രിറ്റിസിസമാണ്. ദെൻ ആക്സെപ്റ്റബിൾ ടു വെസ്റ്റേൺ കൺട്രീസ്. വെസ്റ്റേൺ കൺട്രീസിനാണിത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. ദെൻ വാറിൻ്റെ ഇൻഫ്ലുവൻസിനെ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയാം. Another important theory is Peacock-Weismann hypothesis. പീകോക്കും വൈസ്മാനും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസ്. ഇൻ ദയർ എംപിരിക്കൽ സ്റ്റഡി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ യു കെയിലാണ് അവർ എംപിരിക്കൽ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ആ സ്റ്റഡിയുടെ കാലാവധി എന്ന് പറയുന്നത് 1890 to 1955 ആണ്. ഈ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഇത് വാഗ്നറുടെ ലോയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരും ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. പീകോക്ക് ആൻഡ് വൈസ്മാൻ എംഫസൈസസ് ദി ടൈം പാറ്റേൺ ഓഫ് പബ്ലിക് സ്പെൻഡിങ് ട്രെൻഡ്സ് റാദർ ദാൻ സ്ട്രൈവിംഗ് ഫോർ എ ജെനുവിൻ പോസിറ്റീവ് തിയറി ഓഫ് പബ്ലിക് സെക്ടർ ഗ്രോത്ത്. അവർ പബ്ലിക് സ്പെൻഡിങ്ങിൻ്റെ പാറ്റേണും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം പാറ്റേണും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. The main thesis of the authors is that public expenditure does not increase in a smooth and continuous manner, but in jumps and jerks or step-like fashion. അവരുടെ കണ്ടെത്തൽ വാഗ്നർ എന്താ പറഞ്ഞത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട്, പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. പക്ഷേ പീകോക്കും വൈസ്മാനും കൂടെ പറയുന്നത് അത്തരത്തിലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസ് ആർക്കില്ല, പബ്ലിക് എക്സ്പെൻഡിച്ചറിനില്ല. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗ്രോ ചെയ്യുന്നത് ജേക്സ് പോലെയാണ്, അല്ലെങ്കിൽ ജെംസ് പോലെയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ലൈക്ക് ഫാഷൻ, സ്റ്റെപ്പ് കയറി പോകും പോലെയാണ് ആര് പോകുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ പോകുന്നത്. ഫ്ലാറ്റായിട്ട് നിൽക്കും, വീണ്ടും ഉയരും, വീണ്ടും ഫ്ലാറ്റായിട്ട് നിൽക്കും, വീണ്ടും ഉയരും. അത്തരത്തിലൊരു ജേക്സ് പോലെ അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെയാണ് ആര് ഗ്രോ ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗ്രോ ചെയ്യുന്നത് എന്നതാണ് പീകോക്കിൻ്റെയും വൈസ്മാൻ്റെയും കണ്ടെത്തൽ. They observed growth of public sector of Britain. ബ്രിട്ടനിലെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി പീകോക്ക് വൈസ്മാൻ എംഫസൈസ് ദാറ്റ് ദി ടൈം പാറ്റേൺ ഓഫ് പബ്ലിക് സ്പെൻഡിങ്, അല്ലെ, ടൈം പാറ്റേൺ ആണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദി ജനറൽ അപ്രോച്ച് ടു ഹൈപ്പോത്തസിസ് റെഫേഴ്സ് ടു ദി 3 റിലേറ്റഡ് കോൺസെപ്റ്റ്. അവർ 3 കോൺസെപ്റ്റ് വഴിയാണ് അവരുടെ തിയറീനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് 3 കോൺസെപ്റ്റ്സ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്, ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ 3 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കണം. 3 കോൺസെപ്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പ്രീവിയസ് ലോവർ റേറ്റ് ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ ആൻഡ് ഹയർ ലെവൽ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ആഫ്റ്റർ ഹെവി പബ്ലിക് എക്സ്പെൻഡിച്ചർ പീപ്പിൾ റെഡി ടു പേ ഹയർ ടാക്സസ്. ഓക്കെയാണോ? അതായത് ഒരു ലോവർ റേറ്റ് ഓഫ് ടാക്സിൽ നിന്നും പുതിയ ലെവൽ ഓഫ് ടാക്സസിലേക്കുള്ള മാറ്റത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് സൂചിപ്പിക്കുന്നത്. പ്രീവിയസ് ലോവർ റേറ്റ് ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ ഹയർ ലെവൽ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ലോവർ ലെവൽ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ പുതിയ ലെവൽ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഫ്രം ഓൾഡർ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ടു എ ന്യൂ ആൻഡ് ഹയർ ലെവൽ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൾഡ് ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷനിൽ നിന്നും ഹയർ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് ഉണ്ട്. എന്താണ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്? വാർ ആൻഡ് അതർ സോഷ്യൽ ഡിസ്റ്റർബൻസസ് ഫ്രീക്വൻറ്റ്ലി ഫോഴ്സ് പീപ്പിൾ ആൻഡ് ദെയർ ഗവൺമെൻറ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് വിച്ച് പ്രീവിയസ്ലി നെഗ്ലക്റ്റഡ്, അല്ലെ, പ്രീവിയസ്ലി നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എന്ത് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്, ഇൻസ്പെക്ഷൻ ഇഫക്റ്റിൽ പറയുന്നത്. വാർ ആൻഡ് അതർ ഡിസ്റ്റർബൻസസ് ഫോഴ്സ് ദി പീപ്പിൾ ആൻഡ് ഗവൺമെൻറ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്.
അപ്പം വാറും സോഷ്യൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പീപ്പിളും ഗവൺമെൻറ്റൊക്കെ എന്തിന് ഫോഴ്സ് ചെയ്യപ്പെടും, എന്തിന് നിർബന്ധിതമാവും, പുതിയ സൊല്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിന്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഏർലിയർലി അല്ലെങ്കിൽ മുൻപ് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പീപ്പിളൊക്കെ എന്ത് ചെയ്യും, നിർബന്ധിതമാവും അല്ലേ. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇക്കോണമിയിൽ നിലനിൽക്കുന്ന പ്രോബ്ലത്തെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു റീസൺ വരുമ്പോഴായിരിക്കും ആ ഒരു നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട വിഷയം കണ്ടെത്തുന്നത്, പ്രോബ്ലം കണ്ടെത്തുന്നതും അതിന് പരിഹാരം തേടുന്നതും. ഇനി കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. ദി ഫൈനൽ ഇഫക്റ്റ് ഈസ് ദി കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. എന്താണ് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്? റെഫേഴ്സ് ടു ദി അപ്പാരന്റ് ടെൻഡൻസി ഫോർ ദി സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ടു ബിക്കം ആൻ ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ പബ്ലിക് സെക്ടർ ഇക്കണോമിക് ആക്ടിവിറ്റി when the society is experiencing economic growth. Central government economic activities to grow faster rate than the state or local government activities. Economic activity increase ചെയ്യുന്തോറും സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ഒക്കെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കണോമിക് ഗ്രോത്ത് കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് കൂടുന്നതിനേക്കാൾ അല്ലെങ്കിൽ സ്റ്റേറ്റും ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും ആക്ടിവിറ്റീസ് കൂടുന്നതിനേക്കാൾ കൂടുതലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുന്നുണ്ട്. അതിനെയാണ് കോൺസെൻട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. There are constant and systematic expansion in the public expenditure of central government. This occurs because central government has to initiate a number of measures to sustain higher economic activity. ഒരു രാജ്യത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ആണ്. ആ യൂണിയൻ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാളും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റിനേക്കാളും ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെൻഡിച്ചറാണ് കൂടിക്കൊണ്ട് ഇരിക്കുന്നത്. അവരുടെ ആക്ടിവിറ്റീസാണ് സ്റ്റേറ്റിനേക്കാളും ലോക്കൽ ഗവൺമെൻറ്റ്സിനേക്കാളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തേർഡ് തിയറി എന്ന് പറയുന്നത് കോളിൻ ക്ലർക്ക് തിയറി. ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തസിസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഹൈപ്പോത്തസിസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടോളറൻസ് ലെവൽ ഓഫ് ടാക്സേഷൻ. നമ്മളൊക്കെ ടോളറൻസ് ലെവൽ ഓഫ് ടാക്സേഷൻ, ടോളറൻസ് ചെയ്യുന്ന ഒരു ടാക്സേഷൻ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ഈ ടുക്ക് ദ ഡാറ്റ ഫ്രം സെവറൽ വെസ്റ്റേൺ കൺട്രീസ് ആഫ്റ്റർ വേൾഡ് വാർ II ശേഷം സെവറൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് അദ്ദേഹം ഡാറ്റ എടുത്തിട്ട് ഈ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി ടോളറൻസ് ലെവൽ ഓഫ് ടാക്സേഷൻ. ബൈ മാക്സിമം ലിമിറ്റ് ഓഫ് ദി ടോളറൻസ് ലെവൽ ഈസ് 25% ഓഫ് GNP. GNPയുടെ 25% ആണെന്ത് ടോളറൻസ് ലെവൽ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. വെൻ ദി ഷെയർ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് 25% ഇൻ ദി GNP, ഇൻഫ്ലേഷൻ ഒക്കേഴ്സ് ഈവൻ ഇൻ ദി ബാലൻസ്ഡ് ബഡ്ജറ്റ്. ആ ടോളറൻസ് ലെവൽ 25% ആണ്. ആ 25%നേക്കാൾ കൂടുതലായിട്ട് ഉയർന്നാൽ എന്ത് സംഭവിക്കും? അത് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. സോ അതുകൊണ്ട് തന്നെ ഇഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ 25%, ദെൻ ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 25%-ൽ കൂടുതലായാൽ, ടോട്ടൽ GNPയുടെ 25%-ൽ കൂടുതലാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്നുണ്ടെങ്കിൽ അത് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാവും. സോ ദ ലിമിറ്റ് ഓഫ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഓർ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? 25% ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 25% ആയാൽ എന്ത് ചെയ്യും? പീപ്പിൾ പ്രൊഡ്യൂസസ് ലെസ് ദെൻ ബിഫോർ. ഇൻഫ്ലേഷണറി പ്രഷർ വിൽ റെഡ്യൂസ് അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പം 25%-ൽ കൂടുതലായാൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാവും, അത് അഗ്രിഗേറ്റ് സപ്ലൈ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യിപ്പിക്കും. When tax collection by government exceeds the critical limit of 25% of gross national product. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് 25%-ൽ കൂടുതലായാൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാവുകയും അത് അഗ്രിഗേറ്റ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അത് പീപ്പിളിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. ഇൻസെൻറ്റീവ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇറ്റ് വിൽ റെഡ്യൂസ് ദെയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് സപ്ലൈ ഓൾസോ. ദിസ് ഈസ് കോൾഡ് ടാക്സേഷൻ ബിയോണ്ട് ടോളറൻസ് ലെവൽ. ഇതാണ് കോളിൻ ക്ലർക്കിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തസിസ്. 25% മാത്രമാണ് എന്ത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ചിലവഴിക്കാവൂ, അല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യും, എക്കോണമിയെ ഒരു നെഗറ്റീവ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ ഡിമാൻഡ്സും കമൻറ്റ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ്.